കുഞ്ഞിട്ട് എവിടെ പോന്ന്? എന്ത് സാധനമാ? റയർ ഫ്രൂട്ട്. കുഞ്ഞിട്ട് എവിടെയാ സാധനം? ഇതാണ് ആ സാധനം. ഇത് കണ്ടോ, ഈ കുടുക്ക ഇങ്ങനെ കിടക്കുന്നത്. ഇത് പക്ഷെ ഇത് പഴുത്തില്ല കേട്ടോ. കണ്ടോ, ഇതില്ലോട്ടോ. ശരി, പഴുക്കാതെ പറിക്കാൻ പറ്റൂല. പഴുത്തിട്ടില്ല ഒന്നും പഴുത്തിട്ടില്ല. അത് താഴെ പോലെ പഴുത്തോ? ഇത് പഴുത്തയാണോ ഇതിനത്? തുറന്നു നോക്ക്. പഴുക്കുമ്പോൾ ഇതിൻ്റെ ഈ കൂട് ചെറുതായി ഇത് വിളഞ്ഞത്. ഇത് കണ്ടു, ഇത് പഴുത്ത ഉണങ്ങും അല്ലേ? ഇത് ഉണങ്ങും. ഉണങ്ങുമ്പോൾ പാകമായെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ പേര് നമുക്കറിയത്തില്ല, പക്ഷേ കുറേ ഉണ്ട് ഇതിനകത്ത്, ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ട്. ഇതെവിടെയും ഇതിൻ്റെ പേര് അറിയത്തില്ല. ഉണ്ടോ, നല്ല നല്ല രസം. ഇത് മണിമണി കണക്ക് ഇങ്ങനെ പിടിച്ച് കിടക്കുന്നതാണ്. ഉണ്ടോ, കൊള്ളാം. കഴിക്കും. അപ്പോൾ നമ്മളത് പറിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ കിട്ടി. നമ്മളെപ്പോൾ വന്നാലും ഇത് പഴുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇത് ഭദ്രമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് തിന്നുന്നതിനൊരു രീതിയുണ്ട്. കാരണം ഇത് പഴുത്ത് കഴിഞ്ഞ് ഇത് കൈ വെച്ചത് ഇങ്ങനെ ഉടയ്ക്കണം. ഇങ്ങനെ വെക്കണം. പിന്നെ അതിന് ഇതിങ്ങനെ ഇളകും, ജ്യൂസ് ഇളകും. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ തക്കാളി ഉണ്ടല്ലോ, തക്കാളി തൊലിയാൾ കഴിക്കത്തില്ല കേട്ടോ. ഇത് കണ്ടോ, തക്കാളിയുടെ ഒരു ഫ്ലേവറാണ്. പക്ഷേ അത് മധുരമുണ്ടോ, പഴുത്ത് തന്നെ കുറച്ചുകൂടി ടേസ്റ്റ്. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിനെ മൂക്കട്ടപ്പഴം എന്നൊക്കെ ഇങ്ങനെ പറയും. ഇതിൻ്റെ ശരിക്കുള്ള പേര് ഇത് തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ചെറിയൊരു മധുരവും വെളുപ്പും ഒക്കെയാണ്. ഞാൻ കഴിച്ച് കാണിച്ചു തരാം ടേസ്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ അതുപോലെയൊക്കെ ഒരു സാദൃശ്യം ഉണ്ടാകും. ഞാൻ പൊടിച്ച് കാണിച്ചു തരാം. ഇതൊരു പഴുത്തതാണ്. ഇതിങ്ങനെ പൊളിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് കണക്ക് കണ്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ.